നമ്മൾ ഈ ട്രേഡ് സർപ്ലസ് എന്നും ട്രേഡ് ഡെഫിസിറ്റ് എന്നും കേട്ടിട്ടുണ്ടാവും. വ്യാപാര മിച്ചവും വ്യാപാര കമ്മിയും. ഇന്ത്യയുടെ ടോട്ടൽ ട്രേഡ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വ്യാപാര കമ്മിയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അതായത് നമ്മൾ കയറ്റുമതി ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ഇറക്കുമതി ചെയ്യുന്ന ഒരു രാജ്യമാണ്. എന്നാൽ ചില രാജ്യങ്ങളുമായിട്ടുള്ള വ്യാപാരത്തിൽ നമുക്ക് വ്യാപാര മിച്ചം ഉണ്ടാകാറുണ്ട്. പ്രത്യേകിച്ച് യൂറോപ്യൻ യൂണിയനുമായിട്ടും അമേരിക്കയുമായിട്ടുമുള്ള വ്യാപാരത്തിൽ. അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യ ഒരിക്കലും അമേരിക്കയും യൂറോപ്പിനെയും പിണക്കാതെ മുന്നോട്ട് പോകുന്നതും. നമ്മൾ ഇപ്പോൾ ഗൂഗിളിൽ പോയിട്ട് നിങ്ങൾക്ക് ആർക്കും പരിശോധിക്കാം. ഇന്ത്യ വ്യാപാരം നടത്തുന്ന രാജ്യങ്ങളുടെ പട്ടിക നോക്കാം. ഇപ്പോൾ ഉദാഹരണത്തിന് GCC എടുക്കാം. GCC രാജ്യങ്ങളുമായിട്ട് ഇന്ത്യക്ക് വ്യാപാരമുണ്ട്. ഈ അറബ് രാജ്യങ്ങളുമായിട്ടുള്ള വ്യാപാരത്തിൽ നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്നത് 56.3 ട്രില്യനും ഇമ്പോർട്ട് ചെയ്യുന്നത് 105.4 ട്രില്യനുമാണ്. ഇവിടെ ട്രേഡ് ബാലൻസ് നെഗറ്റീവാണ്, അതായത് വ്യാപാര കമ്മിയാണ് കാണാൻ സാധിക്കുന്നത്. നെഗറ്റീവാണ് ട്രേഡ് ബാലൻസ് വരുന്നത് 49.17 ബില്യൺ. അതായത് നമ്മൾ കയറ്റുമതി ചെയ്യുന്നതിൻ്റെ ഏതാണ്ട് ഇരട്ടി നമ്മൾ GCC രാജ്യങ്ങളിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ വ്യാപാരത്തിൽ ശരിക്കും നമുക്ക് വ്യാപാര കമ്മിയാണ് അനുഭവപ്പെടുന്നത്. എന്നാൽ യൂറോപ്യൻ യൂണിയന്റെ കാര്യമെടുത്താൽ നമ്മൾ 75.9 ബില്യൻ്റെത് കയറ്റുമതി ചെയ്യുമ്പോൾ 59.3 ബില്യൻ്റെതാണ് ഇറക്കുമതി ചെയ്യുന്നത്. ഇവിടെ നമ്മൾ ട്രേഡ് ബാലൻസ് നോക്കിക്കഴിഞ്ഞാൽ വ്യാപാര മിച്ചമാണ് കാണുന്നത്. 16.5 ബില്യന്റെ വ്യാപാര മിച്ചം നമുക്ക് കാണാം. അതായത് നമ്മൾ ഇറക്കുമതി ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ അങ്ങോട്ട് കയറ്റുമതി ചെയ്യുന്നുണ്ട്. അപ്പൊ യൂറോപ്യൻ യൂണിയനുമായിട്ടുള്ള നമ്മുടെ ട്രേഡ് നമുക്ക് ഏറെ പ്രധാനപ്പെട്ടതാണെന്നാണ് ഇത് സൂചിപ്പിക്കുന്നത്. ആസിയാൻ രാജ്യങ്ങളുമായിട്ടുള്ള നമ്മുടെ ട്രേഡിൽ 38.4 ബില്യന്റെ വ്യാപാര കമ്മിയാണ്. നമ്മൾ കയറ്റുമതി ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ആസിയാൻ രാജ്യങ്ങളിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്നുണ്ട്. ചൈനയുമായിട്ടുള്ള ഒരു ഡീലിലാണ് നമ്മൾ ഏറ്റവും അധികം വ്യാപാര കമ്മി അനുഭവിക്കുന്നത്. വെറും 16 ബില്യൻ്റെതാണ് നമ്മൾ കയറ്റുമതി ചെയ്യുന്നത്, ഇറക്കുമതി ചെയ്യുന്നത് 101 ബില്യൻ്റെതാണ്. വ്യാപാര കമ്മി എന്ന് പറയുന്നത് ഏകദേശം 85 ബില്യൺ, നെഗറ്റീവ് 85 ബില്യൺ ആണ്. അപ്പോൾ ഇത്രയും വലിയൊരു ഡിഫറൻസ് ചൈനയുമായിട്ടുള്ള ട്രേഡിൽ നമുക്കുണ്ട്. അപ്പോൾ നമ്മൾ ഏറ്റവും അധികം വ്യാപാര കമ്മി നേരിടുന്നത് ചൈനയുമായിട്ടാണ്. എന്നാൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക എന്ന രാജ്യവുമായിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ലാഭമുണ്ടാക്കുന്നത്. നമ്മൾ കയറ്റുമതി ചെയ്യുന്നത് 77.5 ബില്യനും ഇറക്കുമതി ചെയ്യുന്നത് 40 ബില്യനുമാണ്. അവിടെ നമ്മുടെ ട്രേഡ് ബാലൻസ് 36.7 ബില്യനാണ്. ഇത് വ്യാപാര മിച്ചമാണ്. അതായത് നമ്മൾ കൂടുതൽ അങ്ങോട്ടേക്കാണ് അയക്കുന്നത്, ഇങ്ങോട്ട് വാങ്ങുന്നതിനേക്കാൾ കൂടുതൽ. അപ്പൊ US-ഉമായിട്ടുള്ള ട്രേഡിന്റെ പ്രാധാന്യം ഇതാണ് സൂചിപ്പിക്കുന്നത്. ഇവിടെയാണ് ഇന്ത്യ അമേരിക്ക ഒരിക്കലും പിണക്കില്ല എന്ന് നമ്മൾ പറയുന്നത്. നെതർലൻഡ് ഏകദേശം 17.4 ബില്യന്റെ വ്യാപാര മിച്ചം നെതർലൻഡുമായിട്ടുള്ള ട്രേഡിൽ നമുക്കുണ്ട്. അതും വളരെ പ്രധാനമാണ്. അതായത് നെതർലൻഡ് എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പങ്കാളിയാണെന്ന് നിസ്സംശയം പറയാം. ബ്രിട്ടനുമായിട്ടുള്ള ഇത്തരത്തിൽ ട്രേഡിൽ നമുക്കൊരു 4.5 ബില്യന്റെ വ്യാപാര മിച്ചമുണ്ട്. അപ്പോൾ ബാക്കിയുള്ള രാജ്യങ്ങളുമായിട്ട് ഓൾമോസ്റ്റ്, പിന്നെ എനിക്ക് തോന്നുന്നു ബംഗ്ലാദേശ് ഒക്കെ പോലുള്ള ചില രാജ്യങ്ങളിലും നമുക്ക് കുറച്ച് വ്യാപാര മിച്ചമുണ്ട്. ബാക്കിയുള്ള ഓൾമോസ്റ്റ് എല്ലാ രാജ്യങ്ങളുമായിട്ടുള്ള ട്രേഡിൽ വ്യാപാര കമ്മിയാണ് നമുക്ക് അനുഭവപ്പെടുന്നത്. ഇത് ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. ഇത് എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ നമ്മുടെ ഇവിടെ മാനുഫാക്ചറിങ് സ്ട്രെങ്ത് കുറവുള്ളത് തന്നെയാണ്. നമുക്കൊരു കൂടുതൽ പവർഫുൾ ആയിട്ടുള്ള ഒരു മാനുഫാക്ചറിങ് പവറായിട്ട് നമ്മൾ മാറിയെങ്കിൽ മാത്രമേ ഈ വ്യാപാര കമ്മിയിൽ നിന്ന് വ്യാപാര മിച്ചം എന്നതിലേക്ക് നമുക്ക് പോകാൻ പറ്റുള്ളൂ. നമുക്കൊരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു മാനുഫാക്ചറിങ് പവർ ആകണമെന്നുണ്ടെങ്കിൽ നിലവിൽ ലോകത്തെ വികസിത രാജ്യങ്ങളുടെ സപ്പോർട്ട് ആവശ്യമാണ്. അവിടെയാണ് നമുക്ക് യൂറോപ്പിനെയും അമേരിക്കയും പിണക്കാൻ കഴിയാത്തത്. ഇപ്പോൾ ഈ വ്യാപാര കമ്മി എന്ന് പറയുന്നത് നമ്മുടെ എക്കണോമിയിൽ വലിയ രീതിയിലുള്ള ആഘാതങ്ങൾ ഏൽപ്പിക്കും. തുടക്കകാലങ്ങളിൽ ഇത് ജീവിത നിലവാരം വർദ്ധിപ്പിക്കും. കാരണം ഇന്ത്യയിൽ താമസിക്കുന്നവർക്ക് വ്യത്യസ്തമായിട്ടുള്ള ഉൽപ്പന്നങ്ങളിലേക്കുള്ള പ്രവേശനം കിട്ടും. ഇപ്പൊ ഇവിടെ നമ്മൾ നിർമ്മിക്കാത്ത ഉൽപ്പന്നങ്ങൾ മറ്റ് രാജ്യങ്ങളിൽ നിന്ന് നമ്മൾ ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യുന്നതിലൂടെ നമുക്ക് വാങ്ങാനും ഉപയോഗിക്കാനും ഒക്കെ സാധിക്കും. അപ്പൊ തുടക്കത്തിൽ നമുക്കത് വളരെ കൗതുകകരമായും വളരെ സൗകര്യപ്രദമായിട്ടും ഒക്കെ തോന്നാമെങ്കിലും ഈ ഒരു സ്ഥിതി തുടരുകയാണെങ്കിൽ ഈ വിടവ് നികത്തുവാൻ വേണ്ടി സർക്കാരിന് കൂടുതൽ വിദേശ നാണ്യം കണ്ടെത്തേണ്ടതായിട്ട് വരും. ഇത് പ്രാദേശിക കറൻസിയുടെ സ്ട്രെങ്ത് കുറയുന്നതിന് കാരണമാകും. അവിടെയാണ് നമുക്ക് നമ്മുടെ രൂപയുടെ മൂല്യം കുറയുന്നതും ഡോളറിന്റെ ഒക്കെ മൂല്യം കൂടുന്നതായും അനുഭവപ്പെടുന്നത്. അപ്പൊ ഈ ഒരു വ്യാപാര കമ്മി തൊഴിലവസരങ്ങൾ വിദേശ രാജ്യങ്ങളിലേക്ക് ഔട്ട്സോഴ്സ് ചെയ്യുന്നതിലേക്ക് കാരണമായി തീരും. ഇറക്കുമതി ചെയ്യുന്ന ചരക്കുകളുടെ ആവശ്യം ഈ പ്രാദേശികമായി നിർമ്മിക്കുന്ന വസ്തുക്കളുടെ ഡിമാൻഡ് കുറയ്ക്കുന്നതിന് കാരണമാകും. ഫാക്ടറികൾ അടച്ചു പൂട്ടുന്നതിന് കാരണമാകും. അവിടെയാണ് ഇന്ത്യ ചില നിയന്ത്രണങ്ങളൊക്കെ ഏർപ്പെടുത്തിയിരിക്കുന്നത്. പക്ഷേ ഈ നിയന്ത്രണങ്ങൾ എടുത്തു മാറ്റാനാണ് അമേരിക്ക ഇപ്പോൾ ഇന്ത്യയുടെ മേല് പ്രഷർ ചെലുത്തിക്കൊണ്ടിരിക്കുന്നത്. അതായത് നമ്മളിപ്പോൾ വിദേശത്ത് നിന്ന്, വിശേഷിച്ച് വികസിത രാജ്യങ്ങളിൽ നിന്നുള്ള
ഇറക്കുമതിയുടെ കാര്യത്തിൽ നികുതികൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. കാരണം നമ്മുടെ ഇവിടെ ഉൽപാദനത്തെ സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടി. എന്നാൽ ഈ നികുതി അത് ശരിയല്ല എന്നാണ് അമേരിക്കയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതായത് അങ്ങനെ നമ്മൾ നികുതി ഏർപ്പെടുത്തിയാൽ അമേരിക്ക 100% നികുതി ഏർപ്പെടുത്താൻ മടിക്കില്ല എന്നാണ് ട്രംപ് പറയുന്നത്. ഇവിടെ ട്രംപിനെ അനുനയിപ്പിച്ച് എങ്ങനെയും നമ്മൾ ഇതിൽ നിന്ന് തടി ഉരുക എന്നുള്ളതാണ് നമ്മുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത്. കാരണം നമ്മളെപ്പോലുള്ള വികസ്വര രാജ്യങ്ങൾക്ക് അല്ലെങ്കിൽ മാർക്കറ്റിൽ പിടിച്ചു നിൽക്കാൻ പറ്റില്ല. കാരണം വലിയ രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ചിലവ് കുറച്ച് പ്രൊഡക്ഷൻ നടത്താൻ പറ്റും, കൂടുതൽ ക്വാളിറ്റിയുള്ള പ്രോഡക്റ്റുകൾ ഇറക്കാൻ പറ്റും, വലിയ മത്സരം കാഴ്ചവെക്കാൻ പറ്റും വിപണിയിൽ. അപ്പോൾ ഇന്ത്യയിലെ സ്റ്റാർട്ടപ്സ് അല്ലെങ്കിൽ ഇന്ത്യയിൽ തുടങ്ങുന്ന ചെറിയ കമ്പനികൾക്ക് നിലനിൽപ്പില്ലാതെയാവും. അപ്പം അതുകൊണ്ടാണ് വിദേശ രാജ്യങ്ങളുടെ ഉൽപ്പന്നങ്ങൾക്ക് നമ്മളിവിടെ നികുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമ്മളിവിടെ മാനുഫാക്ചറിങ് ഫോക്കസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഈ വ്യാപാര കമ്മി നമ്മളെ എക്കണോമിയെ കാര്യമായി തന്നെ ബാധിക്കും. ഇപ്പോൾ ചരിത്രത്തിലെ ഏറ്റവും അധികം ഇപ്പോൾ നമ്മൾ ട്രേഡിൽ മുന്നിട്ട് നിൽക്കുന്ന ഒരു കാലഘട്ടമാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം. ഏറ്റവും അധികം നമ്മൾ വ്യാപാരം നടത്തുന്നുണ്ട്, കയറ്റുമതി നടത്തുന്നുണ്ട്. റെക്കോർഡ് തന്നെയാണ് ഇപ്പോൾ നമുക്ക് ഇക്കാര്യത്തിലുള്ളത്. പക്ഷെ നമ്മൾ ഗ്ലോബലി ഉള്ള മറ്റു പ്ലേയേഴ്സുമായിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ ഇത് പോരാ എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ചൈന പോലെയുള്ള രാജ്യങ്ങൾ നമുക്കറിയാം ലോകത്തിന്റെ ഫാക്ടറി എന്ന നിലയിൽ നിൽക്കുമ്പോൾ നമുക്ക് വളരെ ബുദ്ധിമുട്ടാണ് ഇതിൻ്റെ ഇടയിൽ നിന്ന് വളർന്നു വരാനായിട്ട്. കാരണം ഓൾറെഡി എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള രാജ്യങ്ങളാണ് ഇവർ അവരുടെ രാജ്യത്ത് വലിയ ഫെസിലിറ്റീസ് ഒരുക്കിയിട്ടുണ്ട്. അവരുടെ രാജ്യത്ത് കൊടുക്കുന്ന സൗകര്യങ്ങൾ ഇപ്പോഴും ഓഫർ ചെയ്യാനായിട്ട് ഇന്ത്യയെ കൊണ്ട് പറ്റില്ല. കാരണം ഇപ്പൊ ചൈനയിലെ ഒരു ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുന്നത് ഇന്നോ ഇന്നലെ ഉണ്ടായതല്ല, 10, 40, 50 വർഷം കൊണ്ട് അവർ ഉണ്ടാക്കിയെടുത്തതാണ്. അവിടുത്തെ ഒരു എക്കോ സിസ്റ്റം എന്ന് പറയുന്നത് അങ്ങനെയാണ്. അവിടുത്തെ മനുഷ്യർ, ആ രാജ്യത്തെ പൗരന്മാർ, തൊഴിലാളികൾ, അവരുടെ അച്ചടക്കം, അവരുടെ എക്സ്പീരിയൻസ്, അതുപോലെ തന്നെ അവിടെ ഗവൺമെന്റ് ഒരുക്കിയിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ, ഇതെല്ലാം കമ്പനികളെ അങ്ങോട്ട് ആകർഷിക്കാൻ ഇപ്പോഴും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. എന്നാൽ ഇന്ത്യക്ക് കോമ്പറ്റേറ്റ് ചെയ്യേണ്ടി വരുന്നത് ഈ ചൈനയോടാണ്. അവിടെയാണ് നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത്. അവിടെയാണ് US-ന്റെ സപ്പോർട്ട് നമുക്ക് വേണ്ടത്. ഇത് മിലിറ്ററി സ്ട്രെങ്തിന്റെ കാര്യമോ ആയുധ ബലത്തിന്റെ കാര്യമോ മാത്രമല്ല, വ്യാപാര രംഗത്ത് അവിടെയാണ് നമുക്ക് അമേരിക്കയുടെ ഏറ്റവും വലിയ സപ്പോർട്ട് വേണ്ടത്. ഇപ്പൊ ട്രംപ് അവരുടെ രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ തീർച്ചയായിട്ടും നമ്മളെ സംബന്ധിച്ചിടത്തോളം നല്ല രീതിയിൽ നമ്മൾ ഹാർഡ് വർക്ക് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് കയറ്റുമതിയിലും ഉൽപാദനത്തിലും മുന്നോട്ട് വരാനായിട്ട് പറ്റുള്ളൂ. അവിടെയാണ് ട്രംപിനെ ഒരിക്കലും ഇന്ത്യ പിണക്കില്ല, അല്ലെങ്കിൽ അമേരിക്ക ഒരിക്കലും ഇന്ത്യ പിണക്കില്ല എന്ന് പറയുന്നത്. എന്തൊക്കെ നമുക്കെതിരെ ഇപ്പൊ ഡീപ് സ്റ്റേറ്റ് ആയിക്കോട്ടെ, ഡെമോക്രാറ്റുകളായിക്കോട്ടെ, ഇനിയിപ്പോ നാളെ ട്രംപ് തന്നെ എന്തൊക്കെ നമുക്കെതിരെ പ്രവർത്തിച്ചാലും ഈ ഘട്ടത്തിൽ നമുക്ക് അവർക്കെതിരെ ഒന്നും ചെയ്യാൻ പറ്റില്ല. നമ്മൾ അങ്ങനെ ചെയ്താൽ അത് നമ്മുടെ വളർച്ചയെ തന്നെയായിരിക്കും ബാധിക്കുക. അപ്പോൾ യൂറോപ്പിനെയും അമേരിക്കയും ഒക്കെ എന്ത് കണ്ടാലും തൽക്കാലം സഹിക്കുക എന്നുള്ളതാണ് നമ്മുടെ മുമ്പിലെ ഏറ്റവും വലിയൊരു മാർഗമെന്ന് പറയുന്നത്. വേറെ ഒരു ചോയ്സ് നമുക്കില്ല. കാരണം നമുക്ക് വളരണമെങ്കിൽ ഈ വളർച്ചയുടെ നമ്മുടെ ഘട്ടത്തിൽ ചിലതൊക്കെ കണ്ടില്ലെന്ന് നടിക്കേണ്ടി വരും. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.